കുടുംബ ബന്ധങ്ങളുടെ ആഴം അത് പലപ്പോഴും അത് നമ്മളെ വളരെ വലിയ തോതിൽ നമുക്ക് സന്തോഷം നൽകാറുണ്ട്. പക്ഷേ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന കാഴ്ചകൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ പ്രണയത്തിന് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ പണമിടപാടിലെ തർക്കമായിരിക്കാം. മലപ്പുറം അവിടെ പൂക്കോട്ടൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പള്ളിമുക്കിൽ അനുജനെ ജ്യേഷ്ഠൻ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഉറങ്ങിക്കിടന്ന അനുജന് ജ്യേഷ്ഠന്റെ കടാരത്തുമ്പിൽ ദാരുണാന്ത്യം. ഇരുപത്താറ് വയസ്സുള്ള അമീറാണ് മരിച്ചത്. അമീറിനെ കൊലപ്പെടുത്തിയത് സഹോദരൻ ജുനൈദ്. ജുനൈദ് കൊലപാതകത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു. ജുനൈദ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കുടുംബ വഴക്കിനെ തുടർന്നുള്ള കൊലപാതകമാണെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് അത് അന്വേഷിച്ചു വരുന്നു. എന്താണ് ആ കുടുംബ വഴക്കിന്റെ ആധാരം എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. ഏതാണ്ട് പുലർച്ചെ 4:30 ശേഷം 5 മണിയോട് കൂടിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ആ സമയത്ത് മരിച്ച അമീർ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങിക്കിടന്ന അമീറിനെ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കുത്തി ജുനൈദ് എന്ന ജ്യേഷ്ഠ സഹോദരൻ. ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്ന ആ വീടിന്റെ കിടപ്പുമുറിയിലായിരുന്നു ഈ സംഭവം എന്നുള്ളതാണ്. വിളിച്ചുണർത്തിയ ശേഷമായിരുന്നു ആ കുത്തി കൊലപാതകം എന്നുള്ളത് ഞെട്ടിക്കുന്നു. എന്തായാലും സംഭവ സ്ഥലത്ത് തന്നെ അമീർ മരിക്കുകയും ചെയ്തു. നമ്മളൊരു 4:35-4 ഞാൻ അറിയണത്. വീട്ടിൽ നമ്മൾ അയൽവാസി ഒരു പയ്യൻ വന്നുകൊണ്ട് ബെല്ലടിക്കുമ്പോഴാണ് ഒരു വിളിച്ചുകൊണ്ട് ഇങ്ങനെ അമീറിന് ഇങ്ങനെ കുത്തേറ്റിക്കണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞാണ്ട് വിളിക്കണം. വന്ന് നമ്മളിവിടെ എത്തുമ്പോഴത്തേനും അമ്മ പറഞ്ഞാണ് കൊണ്ടുപോകാനില്ല, ബാക്കിയില്ല, അമ്മ കരിയാണ് കണ്ട്. അപ്പോൾ നമ്മൾ മാനുവിനെ അതേപോലെ ഇവിടെ നമ്മളെ ബാക്കിയുള്ള അയൽവാസികളെ, എൻ്റെ വാപ്പ, പിന്നെ അടുത്തുള്ള ആളുകളൊക്കെ നമ്മൾ വിവരം അറിയിച്ചോടുകൂടി നമ്മൾ സ്റ്റേഷനിൽ പോലീസിൽ അറിയിച്ചതിന് ശേഷം ആണ് നമ്മൾ എടുത്തുകൊണ്ടാൻ നോക്കിയപ്പോൾ ഇല്ല, ആൾ ജീവനില്ല. പിന്നെ പോലീസുകാർ വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയത്. ഇവർ തമ്മിൽ പിന്നെ എന്തോ സാമ്പത്തിക ഇടപാടിൻ്റെ ഒരു വിഷയമാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. വേറെ കാര്യങ്ങളൊന്നും കൂടുതൽ നമുക്കറിയില്ല. സാമ്പത്തിക ഇടപാടാണ്, അത് തന്നെയാണ് അതിലെ പ്രധാന പ്രശ്നമെന്ന് കരുതുന്നു. കൊലപാതക സമയത്ത് വീട്ടിൽ അവിടെ ഉമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. ആ വീട്ടിൽ തന്നെ അവിടെ വെച്ചാണ് ഈ കൊലപാതകം. പ്രതിയായിട്ടുള്ള ജുനൈദിന്റെ കുടുംബം, ജുനൈദ് വിവാഹിതനാണ്, പക്ഷേ ജുനൈദിന്റെ കുടുംബം ആ ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ബോധപൂർവം മാറ്റിയതാണോ ജുനൈദ്, അറിയില്ല. കൊലപാതകത്തിന് ശേഷം ഈ കത്തിയുമായി ജുനൈദ് നേരെ പോലീസ് സ്റ്റേഷനിലെത്തുകയാണ്. ബൈക്ക് ഓടിച്ച് കത്തിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറി അനുജനെ കൊന്ന കാര്യം പറയുന്നു. പോലീസിൽ കീഴടങ്ങുന്നു. തലേന്ന് വൈകിട്ട് വരെ ഈ സഹോദരങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പിന്നെ എപ്പോഴാണ് ആ സംഘർഷത്തിന് തുടക്കമാവുന്നത്, അത് നാട്ടുകാർക്ക് അവ്യക്തമാണ്. ഞങ്ങളിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചതാണ് പിന്നെ മരണപ്പെട്ട് കിടക്കണേ. പിന്നെ അതിൻ്റെ പ്രൊസീജിയറായിട്ട് പോയി അവിടെ പോയി അവരെ കണ്ട് കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ ഞങ്ങൾ കണ്ട കാഴ്ചകൾ അവർ രണ്ടാളും ഏട്ടനനിയനും ഒന്നിച്ച് ഉണ്ടായിരുന്നൊരു അവസ്ഥയിലുണ്ടായിരുന്നു. ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെ ഒരു ബൈക്കുമ്പോൾ രണ്ടാളുണ്ടായിരുന്നു. പിന്നെ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ. ഇവിടെ അവർക്കും ചോദിച്ചിട്ട് മനസ്സിലാവണമെങ്കിൽ ആർക്കും അറിയണില്ല. ഒരു തരത്തിലും നാട്ടുകാർക്ക് അതിലൊരു പിടി കിട്ടുന്നില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. എന്താണെങ്കിലും അതീവ ദാരുണമായിട്ടുള്ള സംഭവത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ആ നാട്ടുകാർ. കുടുംബത്തിലെ ബാധ്യതകളെ പറ്റി, ഇനി ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെ ചില തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചന. അമീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമീർ വിവാഹിതനാണ്, ജുനൈദ് വിവാഹിതനാണ്, അമീർ വിവാഹിതനല്ല. എന്നാൽ കറിക്കരിയുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു ആ ക്രൂര കൊലപാതകം. ജ്യേഷ്ഠന്റെ കൈയാൽ അനുജന് ദാരുണാന്ത്യം.